ചായ കൊടുന്നു. ഞങ്ങളെല്ലാവരും ചായ കുടിക്കുക ഓഫീസിൽ വെച്ച്. അപ്പോൾ ഒരാൾ ചായ കുടിക്കുന്നില്ല. എന്താ ചായ കുടിക്കാത്ത ചോദിച്ചു. അത് ബിദ്അത്താണ്, അത് നബി ചായ കുടിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുടിക്കൂല. ആ നബി ചര്യക്കെതിരാ ചായ കുടിക്കല, അയാൾ മനസ്സിലാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞ്, 63 വയസ്സായാലും നിങ്ങൾ വെട്ടിക്കൊല്ലേണ്ടി വരും. കാരണം നബി 63 കൊല്ലകാലം ജീവിച്ചിട്ടുള്ളൂ, നിങ്ങൾ വെട്ടിക്കൊല്ലേണ്ടി വരുന്ന. ഇങ്ങനെ മനസ്സിലാക്കിയ കുറെ ആളുകളുണ്ട്. നബി ചര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അങ്ങനെ നബി ചെയ്തുക്കണം, അങ്ങനെ നബി ചെയ്തുക്കണം എന്നാ വേണ്ട. ഇവര് യോഗം നടത്തിയല്ലോ ഇപ്പൊ, ഇതിപ്പോ നബി അങ്ങനെ ചെയ്തുക്കണം. ഇവരിപ്പോ അവരുടെ പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ പല മാർഗത്തിൽ കൂടി, അങ്ങനെ നബി ചെയ്തുക്കണം. നബി ഇങ്ങനെ കണ്ണട വെച്ചുക്കണം, നബി ഇങ്ങനെ സ്പീക്കർ വെച്ചുക്കണം. നബി എങ്ങനെ ചെയ്തു അതേമാതിരിയേ പറ്റുള്ളൂ. ചിന്തിക്കണം. ഇങ്ങനെയുള്ള സംശയങ്ങൾ വന്നപ്പോ ഇവര് 2 ജാതിയാ പുതുതാക്കി ഉണ്ടാക്കുന്നത്, 2 ജാതിയാക്കി. ആദാത്ത് ഇബാദാത്ത് 2 ജാതിയാക്കി തിരിച്ചതാ. സാധാരണ കാര്യങ്ങൾ അതിൽ നമുക്ക് പുതുതാക്കി ഉണ്ടാക്കാം, അത് നബി ചെയ്ത മാതിരി തന്നെ ചെയ്തോളുന്നില്ല. സ്പീക്കർ ഇപ്പം നബി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സ്പീക്കർ വെക്കാം. നബി വാർഷിക യോഗം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. ആരാധനാപരമായ കാര്യങ്ങൾ അത് ഒന്നും നബി ചെയ്യാത്തത് നമുക്ക് ചെയ്യാൻ പാടില്ല. ചിന്തിക്കണം. ഇവരെ എതിർക്കുന്നത് ഈ പേരിൽ, നമ്മളെ എതിർക്കുന്നത് നമ്മളെ സലാത്തിനെ അവരെ എതിർക്കുന്നു. കാരണം ഇങ്ങനെ ഈ പ്രത്യേക രൂപത്തിൽ ഒരു സലാത്ത് നബി നടത്തിയിട്ടില്ല. നമ്മളെ മൗലൂദിനെ അവരെ എതിർക്കുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഈ പ്രത്യേക രീതിയിലുള്ള മൗലൂദ് നബി നടത്തിയിട്ടില്ല. അതുകൊണ്ട് നബിചര്യക്ക് എതിരായി നിങ്ങളാ ചെയ്യുന്നത്, ഞങ്ങളല്ല എന്നതാണ് മുജാഹിദ് പറയുന്നത്. ചിന്തിക്കണം. അപ്പോ അവര് പലതും നബിചര്യക്ക് എതിരായി, നബിയുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തത് പലതും അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഇബാദത്തിൽപ്പെട്ടതല്ല, സാധാരണയുള്ള ആദാത്തായ കാര്യങ്ങളാണ്. അതിലൊക്കെ കണ്ടമാനം നമുക്ക് നിർമ്മാണം നടത്താം. ആരാധനാപരമായ കാര്യങ്ങളിൽ ഒരു നിർമ്മാണവും നടത്താൻ പാടില്ല. നിങ്ങൾ നടത്തുന്ന സലാത്തുകൾ ആരാധനയിൽ നിർമ്മാണം നടത്തിയതാണ്. നിങ്ങൾ നടത്തുന്ന മൗലൂദ് അത് ആരാധനയിൽ നിർമ്മാണം നടത്തിയതാണ്. നിങ്ങൾ നടത്തുന്ന ദിക്റിന്റെ സദസ്സുകൾ അത് ആരാധനയിൽ നിർമ്മാണം നടത്തലാണ്. അതുകൊണ്ട് നിങ്ങളാണ് നബിചര്യക്കെതിരായവര്. നിങ്ങൾ നബിചര്യയിലാണെങ്കിൽ, സഹാബത്തിന്റെ മാർഗത്തിലാണെങ്കിൽ, താബിയുടെ മാർഗത്തിലാണെങ്കിൽ ഇതേ വിധത്തില് സഹാബത്ത് അല്ലെങ്കിൽ നബി ഇതേ വിധത്തില് മൗലൂദ് നടത്തിക്കണം. എന്നോട് ജിദ്ദീന്ന് വേറെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല ഈ മൗലൂദൊക്കെ ബുഖാരിയിലുണ്ടോന്ന് ചോദിച്ചു. അത് നാടൻ ആള്. ഈ മൗലൂദൊക്കെ ബുഖാരിയിലുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബുഖാരി മറിച്ചൊക്കെയാണ് ഞാൻ ചൊല്ലിക്കൊടുത്തത്. നോക്കാം, ഇതിലുണ്ടല്ലോ, മൗലൂദ് ഉണ്ടല്ലോ. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ സക്ക മഅറൂഫുൻ മിനൽ ഫജ്രി സാതിഉ സ്വലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ. ഇത് ബുഖാരിയില്ലേ? യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി ഖദ് ഇസ്തസ്ഖലത് ബിൽ മുശ്രികീനൽ മലാജിഉ സ്വലാത്തുൻ വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയത്തി. അവിടുന്ന് സാസിർ നന്നായി ചൊല്ലി. ഞാൻ സലാത്ത് പോലും ചൊല്ലി. ഇപ്പൊ ഇങ്ങനെ ഇത് ബുഖാരിയിലുണ്ടോ? ഉണ്ട് കാരണം ഞാൻ കാണിച്ചു കൊടുത്ത് നോക്കാൻ തന്നെ. അപ്പൊ നോക്കത് ബുഖാരിയിലാക്കിയതല്ലേ? ഉണ്ട്. എന്നാലും ഇങ്ങനെ തന്നെ അവിടെ മേശ വെച്ചീനോ, കസാല വെച്ചീനോ, ക്ലാസ് വെച്ചീനോ, സബീന വെച്ചീനോ? കിടങ്ങിയെത്തി ഞാൻ സംസാരിച്ചു. വേറെ മുജാഹിദിന്റെ ചോദ്യം, നബിന്റെ കാലത്തുള്ള മൗലൂദ് സർറഫലാനാമോ അതോ കൂസാണോ? നല്ല ചോദ്യമാണ്, വലിയ ചോദ്യമാണ്. ഞാൻ ചോദിച്ചു, നബിന്റെ കാലത്ത് ഹദീദ് പഠിച്ചിരുന്നല്ലോ സഹാബത്ത്, അത് ബുഖാരിയാ ഓതിയിരുന്നത് മുസ്ലിമാ ഓതിയിരുന്നെന്ന് ചോദിച്ചു. നബിന്റെ കാലത്ത് സഹാബത്ത് ഹദീദ് പഠിച്ചിരുന്നല്ലോ, അത് സംശയമൊന്നുമില്ല. അത് ബുഖാരിയാണ് അവർ ഓതിയിരുന്നത് അതോ മുസ്ലിമാ ഓതിയിരുന്നത് ചോദിച്ചു. പിന്നെ അവന്റെ ആ ചോദ്യം കൊണ്ട് ചോദ്യത്തിന് മറുപടി കൊടുത്തു. ഞാൻ പറയുന്നത്, ഇവര് ആളുകളെ പൊട്ടിച്ചേക്കാണ്. ഇതൊന്ന് തിരിയേണ്ട വേണ്ടിയാണ്. ആരാധനാ സംബന്ധമായ കാര്യങ്ങൾ ഒരു മാറ്റവും പറ്റില്ല എന്നാണ് ഇവരുടെ വാദം. ഇതുകൊണ്ടാണ് നമ്മുടെ സലാത്തിനെ അവരെ എതിർക്കുന്നത്, ഇതുകൊണ്ടാണ് നമ്മുടെ മൗലൂദിനെ അവരെ എതിർക്കുന്നത്, ഇതുകൊണ്ടാണ് നമ്മുടെ ദിക്റിന്റെ സാഹസിനെ അവരെ എതിർക്കുന്നത്, റാത്തീബിനെ ഹദ്ദാദിനെ ഒക്കെ എതിർക്കുന്നത്.
ഇതാണ് നബിചര്യയിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ചു പോയി എന്ന് അവർ പറയാനുള്ള കാരണം. നമുക്കൊന്ന് തിരിച്ചു ചോദിക്കാം. ആട്ടെ, നിങ്ങൾ ഉണ്ടാക്കണമൊക്കെ സാധാരണ കാര്യങ്ങൾ ആരാധനയിലല്ല എന്നാ പറയല്ലേ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്കുണ്ടല്ലോ ഇപ്പോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളം ഉണ്ടല്ലോ. വിദ്യാഭ്യാസം പഠിപ്പിക്കുക എന്നുള്ള ആരാധനല്ലേ? ഈ ആരാധന അല്ല, ഇൽമ് പഠിക്കലും പഠിപ്പിക്കലും ആരാധന അല്ല എന്നാണ് നിങ്ങളുടെ ന്യായം? ഏറ്റവും പുണ്യമുള്ള ആരാധനയല്ലേ ഇൽമ് പഠിക്കുക പഠിപ്പിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഇൽമ് പഠിച്ചത്, എങ്ങനെയാണോ ഇൽമ് പഠിപ്പിക്കുന്നത്, അതേമാതിരിയാണോ നിങ്ങളിപ്പോ ഇൽമ് പഠിപ്പിക്കണം? അതിന് ഒരുപാട് പ്രത്യേകതകൾ നിങ്ങൾ കൂട്ടിയിട്ടില്ലേ? നിങ്ങൾ സിലബസ് നിശ്ചയിച്ചു, ബെഞ്ച് നിശ്ചയിച്ചു, സ്പീക്കർ നിശ്ചയിച്ചു, മത്ബഖ് നിശ്ചയിച്ചു, ഓരോ ആഴ്ചയിലുമുള്ള ഭക്ഷണം നിശ്ചയിച്ചു. ഇങ്ങനൊക്കെ നിശ്ചയിച്ചു കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഇൽമു പഠിച്ചതും പഠിപ്പിച്ചതും. ഇത് ആരാധനയല്ലേ? പള്ളി ഉണ്ടാക്കൽ, അള്ളാഹുവിന്റെ വജഹിന് വേണ്ടി ഒരാള് പള്ളി ഉണ്ടാക്കിയാൽ അള്ളാഹു തആല ഉടനെ തന്നെ അവർക്ക് അതുപോലെയുള്ള ഒരു ബിൽഡിംഗ് സ്വർഗത്തിൽ ഉണ്ടാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എന്നാൽ നബിയുടെ കാലത്ത് നബിയും സഹാബത്തും താബീങ്ങളും താബീങ്ങളും ഉണ്ടാക്കിയ പള്ളി പോലെയാണോ മുജാഹിദീൻ എന്റെ പള്ളി? ഇത് പുണ്യകർമ്മമല്ലേ? എന്നിട്ട് ഈ സലഫി എന്ന് എന്നെ കൊണ്ട് പറയാൻ പറ്റുന്നത് എങ്ങനെ? എന്നാ അതേമാതിരി ഞങ്ങളെ കൊണ്ട് സുന്നത്തി ജമാഅത്ത് ഞങ്ങളോടും പറഞ്ഞൂടെ? അതൊന്നും അങ്ങനത്തെ ആരാധനയല്ല. ഇന്ന് പിന്നെ എങ്ങനത്തെ ആരാധന വിചാരിച്ചത്? അതൊന്നും അങ്ങനത്തെ ആരാധനയല്ല. പിന്നെ എങ്ങനത്തെ ആരാധന വിചാരിച്ചത്? ജുമാ ഖുത്ബ ആരാധനയല്ലേ? ജുമാ ഖുത്ബ ആരാധനയല്ലേ? ജുമാ ഖുത്ബക്ക് വുളു ഷർത്തല്ലേ? വെറും ഒരു പ്രസംഗമാണോ അത്? പ്രസംഗത്തിന് വുളു ഷർത്തുണ്ടോ? ജുമാ ഖുത്ബക്ക് വുളു ഷർത്തല്ലേ? ഔറത്ത് മറക്കൽ ഷർത്തല്ലേ? രണ്ടിന്റെ ഇടയിൽ ഇരിക്കൽ ഷർത്തല്ലേ? വസിയ്യത്ത് ബി തഖ്വ വേണ്ടേ? ഇങ്ങനെ ഒരുപാട് ഫർളുകളും 40ഓളം സുന്നത്തുകളും 12ഓളം ഷർത്തുകളും 6 റുക്നുകളുമുള്ള ഫർളുകളുമുള്ള ഒരു വാത്തല്ലേ ഖുത്ബ? അതും ആരാധനല്ല എന്നാ പറഞ്ഞത്. എന്നിട്ട് ആ ഖുത്ബയിൽ എന്ത് സലഫുകൾ ചെയ്തതുപോലെ, നബി ചെയ്തതുപോലെ, സഹാബികൾ ചെയ്തതുപോലെയാണോ നിങ്ങൾ ചെയ്യുന്നത്? ആ ഖുത്ബ നിങ്ങൾ തിരുമറി നടത്തി അണ്ടി ഖുത്ബയാക്കിയില്ലേ? തേക ഖുത്ബയാക്കിയില്ലേ? അണ്ടി ഖുത്ബ, അണ്ടി കാലത്ത് അണ്ടിക്ക് വില കൂട്ടണം എന്നാ ഖുത്ബ പോകുന്നത്. തേങ്ങക്ക് വില കുറയുമ്പോ തേങ്ങക്ക് വില കൂട്ടണം എന്നാ ഖുത്ബ പോകുന്നത്. ഇങ്ങനെ തേങ്ങ ഖുത്ബ, അണ്ടി ഖുത്ബ. ഈ ഖുത്ബ നബിന്റെ കാലത്തുണ്ടേനോ? തേങ്ങക്ക് വില കയറ്റണം, ഈത്തപ്പഴക്ക് തല കയറ്റണം, വില കയറ്റണം എന്ന് പറഞ്ഞുകൊണ്ടൊരു ഖുത്ബ നബി ഓതിയോ? നീ ഈ മാറ്റം വരുത്തി നബിയുടെ മാർഗത്തിൽ നിന്ന് സഹാബത്ത് അങ്ങനത്തെ ഒരു ഖുത്ബ ഓതിയോ? താബീകൾ അങ്ങനത്തെ ഒരു ഖുത്ബ ഓതിയോ? താബീകൾ അങ്ങനത്തെ ഒരു ഖുത്ബ ഓതിയോ? അവരൊക്കെ അറബി ഭാഷയിൽ അല്ലാതെ ഒരു ഖുത്ബ ഓതിയോ? അവരൊക്കെ ഖുത്ബ ഓതിയത് ജനങ്ങൾക്ക് തിരിയണ ഭാഷയിലാണ്. അവരൊക്കെ നിസ്കരിച്ചതും തിരിയണ ഭാഷയിലാണ്. എനിക്ക് നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അവർ നിസ്കരിച്ചതും തിരിയണ ഭാഷയിലല്ലേ? ഖുത്ബ മാത്രമേ തിരിയണ ഭാഷയിലാക്കിയിട്ടുള്ളൂ. എന്നാ പിന്നെ നിസ്കാരവും എനിക്ക് തിരിയണ ഭാഷയിലായിക്കൂടെ? നിസ്കാരം തിരിയണ ഭാഷയിലാക്കണം, മലയാളത്തിലാക്കണം എന്ന് പണ്ട് മുജാഹിദ് കുട്ടികൾ ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. പിന്നെ കാരണന്മാര് പറഞ്ഞു ഖുത്ബ തന്നെ ഇപ്പൊ പൂർത്തിയായിട്ടില്ല, ഞങ്ങൾ ഇപ്പാട് അടങ്ങിക്കയറി. ഇവിടെ കോഴിക്കോട് എവിടെ വട്ടക്കിണർ, വേപ്പൂര്, വട്ടക്കിണർ എന്നാണ് പോയിട്ട് കുറച്ചാണ് പോയിട്ടുണ്ട്. വേപ്പൂരില് മുജാഹിദ് കുട്ടികളെ നിസ്കാരം പരിഭാഷപ്പെടുത്തണം. ആ പരിഭാഷപ്പെടുത്തുമ്പോ ഫാത്തിഹയൊക്കെ മറ്റേ പോലെ ഏതിലുള്ള അത് എടുത്താൽ മതിയല്ലോ, സുഖമല്ലോ. ഞാൻ പറഞ്ഞത് ഇവര് ചെയ്യുമ്പോക്കെ ഇവര് എന്ത് മാറ്റം വരുത്തിയാലും ഇവര് സലഫി എന്നുള്ള പേരിന് പോകില്ല. ഇവര് എന്ത് മാറ്റം വരുത്തിയാലും ഇവര് സലഫികൾ തന്നെ നബീന്റെ മാർഗത്തിലുള്ളവര്, സഹാബത്തിന്റെ മാർഗത്തിലുള്ളവര്, താബീകളെ മാർഗത്തിലുള്ളവര്, താബീകളെ മാർഗത്തിലുള്ളവര് നല്ലീന്ന് പോകില്ല. ഈ നിലയ്ക്ക് ഖുത്ബ മാറ്റം വരുത്തിയിട്ട് പിന്നെ എങ്ങനെ നിങ്ങൾ സലഫികളായത്? പിന്നെ എങ്ങനെ നിങ്ങൾ സഹാബത്തിന്റെ ചര്യയിലുള്ളവരായത്? പിന്നെ എങ്ങനെ നിങ്ങൾ നബിയുടെ ചര്യയിലുള്ളവരായത്? നിങ്ങളെങ്ങനെയാണ് താബീകളുടെ ചര്യയിലുള്ളവരായത്? അപ്പൊ ആരാധനയിൽ ഒരു മാറ്റം പാടില്ല. നമ്മുടെ ഈ സലാത്ത് ഇതേ ക്രമത്തിൽ നബിന്റെ കാലത്തില്ല. നമ്മുടെ മൗലൂദ് ഇതേ ക്രമത്തിൽ നബിയുടെ കാലത്തില്ല. നമ്മുടെ ഖുത്ബ ഇതേ രീതിയിൽ നബിന്റെ കാലത്തില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാണില്ല? ഇത് രണ്ടും നിങ്ങൾ രണ്ടും രണ്ടാക്കി, ഒന്നെന്താ ചക്കരായത്, ഒന്നെന്താ കൊപ്പരായത്? നിങ്ങൾ പറയണല്ലോ. നോക്കണം,
ഇബാദത്തിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ഇവര് കണ്ടുപിടിച്ചതാണത്. എന്നിട്ട് ഇവര് പറയുന്നു, ഇവര് സലഫികളാന്ന് പറയുന്നതിന്, ഇവര് സുന്നത്തിന്റെ ആളുകളാന്ന് പറയുന്നതിന് അർത്ഥവുമില്ല. സുന്നത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ നബി ചര്യ സഹാബത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചുവോ ആ വ്യാഖ്യാനം അംഗീകരിക്കുന്നവർക്കേ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാൻ പറ്റുള്ളൂ. സഹാബത്തിന്റെ വ്യാഖ്യാനം നബി ചര്യക്ക് ഇവർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് സുന്നത്ത് എന്ന് മാത്രം പറഞ്ഞേക്കാം. സുന്നത്ത് ജമാഅത്ത് എന്ന് പറയാൻ ഇവർക്ക് അർഹതയില്ല. എല്ലാ